അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് അജ്മീർ പോകാൻ കേട്ടോ. അപ്പോൾ ഒരു ഷോപ്പിംഗാണ് ഉദ്ദേശിക്കുന്നത് അജ്മീർ പോയിട്ട്. അപ്പം എനിക്കറിയില്ല കേട്ടോ അവിടുത്തെ റേറ്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ പോയിട്ടുള്ളവർ പറഞ്ഞ് അത്യാവശ്യം നമുക്ക് കുറവുള്ള റേറ്റിന് കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇവിടെ നിന്നൊരു ഹാഫ് ആൻ അവർ 30 to 45 മിനിറ്റ്സാണ് ഇവിടുത്തെ ട്രാവൽ ഉള്ളത്. നമുക്ക് ഞാൻ പോയിട്ടുണ്ട് ഓൾറെഡി അജ്മീർക്ക്. പക്ഷേ അത് ഷോപ്പിങ്ങിനല്ല കേട്ടോ, ജസ്റ്റ് അവിടെ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഷോപ്പിങ്ങിനായിട്ടാണ് ഇറങ്ങുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്, നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അജ്മീർ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ദർഗയിലേക്ക് പോകട്ടോ. നമ്മൾ ദർഗ ഷോപ്പിങ്ങിന് അപ്പോൾ നമുക്കിവിടെ ഒരു ഓട്ടോയിൽ കയറട്ടോ. ഓട്ടോ കയറിയിട്ട് നമുക്ക് ദർഗയിലേക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് സ്പേസ് എന്ന് പറയുന്നത് അജ്മീർ ദർഗയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വന്ന ഒരു 10 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അജ്മീർ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്ക് ദർഗയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ദർഗയിലേക്ക് പോകാം. അവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാവരും ഡിസ്കഷനിലാണ് ഓട്ടോക്കാരൻ ചേട്ടനോട്, ലൈക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് ഒക്കെ പോകാമെന്നുള്ളത്. ഏകദേശം ഒരു 10 രൂപയല്ലോ കേട്ടോ ഇവിടെ നിന്ന് പോകാനായിട്ട്. നമുക്ക് നോക്കാം എത്ര രൂപയ്ക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി നമുക്ക് ഓട്ടോയിൽ നിന്ന് പോകട്ടോ. ഇവിടെ നിന്ന് 10 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ വന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഇത് മുതൽ തന്നെ ഷോപ്സ് ഒരുപാടുണ്ട്. വഴിയോര കച്ചവടക്കാർ അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ചെരുപ്പുകൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ സമയം നല്ല ചൂട് സമയമാണ് കേട്ടോ, നല്ല ചൂടാണ്. പിന്നെ ഇതെന്തൊക്കെയോ കായ്കളാണ് കേട്ടോ. പിന്നെ ഇത് ലിച്ചിയാണ്, ലിച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ്, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു കവാടമാണ് കേട്ടോ ദർഗയിലേക്ക് മെയിൻ തുടങ്ങുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. മെയിൻ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മുതലും കടകൾ തുടങ്ങുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്നു. പിന്നെ ഇവിടുത്തെ ഡ്രസ്സസൊക്കെ അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ദർഗയുടെ സൈഡാണ്. നമുക്ക് ഒത്തിരി നോൺ വെജ് ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഗ്രിൽഡ് ആണെങ്കിലും പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, പിന്നെ ഒരുപാട് ബിരിയാണി ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലൊരു ഫ്ലേവർ അല്ല കേട്ടോ ഇവിടുത്തെ ബിരിയാണിക്കൊക്കെ. ചിലപ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പിന്നെ ഒരുപാട് മധുരം, ഇപ്പം ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് മധുരമൊക്കെ അവിടെ നമുക്ക് കിട്ടും കേട്ടോ. മധുരം പല ടൈപ്പിലുള്ള മധുരം വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെ മെയിനായിട്ട് ഈ സ്ഥലത്ത് ഒരുപാട് ബിരിയാണി കടകൾ ഞാൻ കണ്ടു കേട്ടോ. ഇതേപോലെ വലിയ വലിയ ചെമ്പുകളിൽ പല പല ടൈപ്പ് ഓഫ് ബിരിയാണീസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് നമുക്ക് പുകയ്ക്കുന്നൊരു സാധനം കേട്ടോ. പുകയ്ക്കുമ്പോൾ മണം വരുന്നില്ലേ, ആ ഒരു സാധനമാണ് കേട്ടോ ഇതിവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. മിക്ക കടകളിലും കാണാൻ പറ്റും. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ കുറേ സ്ഥലം വേണ്ടി ഫുഡ് സ്ട്രീറ്റ് തന്നെ കേട്ടോ. ഒരുപാട് സ്ഥലം ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് മാത്രമുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലം പിന്നെ അല്ലാണ്ട് ഡ്രസ്സസ്, പിന്നെ അല്ലാണ്ട് ഷോപ്പിംഗ്, അല്ലാതെ ഐറ്റംസ്, ഫാൻസി ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വളകളൊക്കെ ഭയങ്കര സ്പെഷ്യൽ കേട്ടോ. രാജസ്ഥാനി വളകളൊക്കെ ഭയങ്കര സ്വീക്കൻഷൽ വർക്ക്, പിന്നെ കല്ലൊക്കെ പിടിപ്പിച്ച വളകളാണ്. പക്ഷെ അങ്ങനത്തെ വളകളൊന്നും നമുക്ക് നാട്ടിൽ കിട്ടില്ല കേട്ടോ. ഇവിടുത്തെ സ്ത്രീകളൊക്കെ കൂടുതലായി അങ്ങനത്തെ വളകളാട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഇച്ചിരി പിന്നോട്ടാണ്. നമുക്ക് ഭയങ്കര വൃത്തി കുറവാട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ. നമുക്ക് ഫുഡൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് ഭയങ്കര തോന്നില്ല ഈ ഒരു കണ്ടീഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ വളകളാട്ടോ ഇത്.
നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് രാത്രിയൊക്കെ ഇട്ട് നന്നായിട്ട് കൈയൊക്കെ നല്ല തിളങ്ങും. ആ ഒരു രീതിയിൽ നല്ല വളകളും ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വിലകൾ ഞാൻ ചോദിച്ചില്ല കേട്ടോ. പിന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ചെരുപ്പുകളുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യലാണ് ജൂത്തീസ് എന്ന് പറയുന്നത്. ജൂത്തീസ് ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആട്ടോ. അതായത് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 100 റുപ്പീസിന് വരെ ജൂത്തീസിൻ്റെ റേറ്റ് തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ദർഗയുടെ സൈഡിലായതുകൊണ്ട് തന്നെ ഈ മുസ്ലിംസ് വയ്ക്കുന്ന തലയിൽ വയ്ക്കുന്ന തൊപ്പിയില്ല, ബോയ്സ് വയ്ക്കുന്ന അതും ഒരുപാട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഭയങ്കര ഡിസൈനല്ല, നല്ല സീക്വൻസ് വർക്കുകളും ഒക്കെയുള്ള നല്ല രീതിയിലുള്ള തൊപ്പികൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് പിന്നെ ഇതേപോലത്തെ കുക്കിംഗ് ഐറ്റംസ് ഇല്ലേ, ഇങ്ങനെ ചപ്പാത്തി പരത്തുന്ന കല്ല്, പിന്നെ നമുക്ക് ഇടിക്കുന്ന കല്ല്, അങ്ങനത്തെ കല്ലുകളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ അത്യാവശ്യം റേറ്റും കുറവാണ്. ഇതൊക്കെ ഏകദേശം അത്യാവശ്യം നല്ലതൊരു 300 റുപ്പീസ് അങ്ങനെയൊക്കെ ആയിട്ട് റേറ്റൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഇതേപോലത്തെ നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കപ്പുകളും ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇതല്ലേ സെറ്റി. പിന്നെ ഇതേപോലെ ഇതൊക്കെ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് കേട്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല. സിൽവറിൻ്റെ പാത്രങ്ങൾ, ബ്യൂട്ടിഫുൾ ക്യാപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയാണ്. ഈ വർക്കൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള ക്യാപ്സ് ഒക്കെ നമുക്ക് ഇതിലേക്ക് എന്താണ്. ഇത് നല്ല കുഞ്ഞു കുഞ്ഞി മിഠായില്ലേ, നമ്മുടെ നാരങ്ങ മിഠായി, പിന്നെ നമ്മുടെ എന്താ മിഠായി, അതേപോലെ ഇതാണ് ജൂത്തീസ്. ഇത് നല്ല അഫോർഡബിൾ റേറ്റിലുള്ള ജൂത്തീസാണ്. പക്ഷേ ഇത് എത്ര കാലം നിൽക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഇതേപോലെ എന്തോ കല്യാണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരുപാട് ഇങ്ങനെ കുതിരപ്പുറത്ത് നിന്നൊക്കെ ഇരുന്നിട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എന്ത് ഫംഗ്ഷനാണെന്ന് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ അങ്ങനെ പോകുന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരുപാട് കുതിര വണ്ടികളൊക്കെ ഇവിടെ ഭയങ്കര സജീവമാണ് കേട്ടോ. നമ്മളവിടെ അങ്ങനെയല്ലല്ലോ, പക്ഷേ ഇവിടെ കുതിര വണ്ടികളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളൊരു കടയിൽ കയറി കേട്ടോ. അവിടെ നല്ല രസമായിട്ടുള്ള ഓർഗൻസ ആ ക്ലോത്തിൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഈ ഷോൾ എന്ന് പറയുന്ന ഓർഗൻസയാണ്. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്ന അതും ഓർഗൻസയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. നമുക്ക് പറയുന്നില്ല, നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റേറ്റിന് നമുക്ക് കിട്ടും. നല്ല അഫോർഡബിൾ റേറ്റിനായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്കൊരു 800 രൂപയ്ക്ക് ആണെങ്കിൽ ബാർഗെയിൻ ചെയ്ത് നമുക്കൊരു 500 റുപ്പീസ് 450 അങ്ങനെ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് പിന്നെ കുറേ പീസസ് ഉണ്ട്. നമ്മൾ സാധാ മെറ്റീരിയൽ നോക്കി അതും നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. ഒരു മീറ്ററിന് 100 രൂപ 150 രൂപ അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ മെറ്റീരിയൽസ് വരുന്നത്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇത് ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.